Welcome to Garam Masala, the magic spices of cooking. White chocolate decoratings. ഇന്ന് നമുക്ക് വളരെ ഈസിയായി വീട്ടിൽ തന്നെ എങ്ങനെ വൈറ്റ് ചോക്ലേറ്റ് ഡെക്കറേറ്റിംഗ്സ് റെഡിയാക്കി എടുക്കാമെന്ന് നോക്കാം. ഇതിനെ നമുക്ക് കേക്ക് ഡെക്കറേഷന് വേണ്ടി ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഡെസേർട്സിനെ എല്ലാം ഡെക്കറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയും ഇതിനെ ഉപയോഗിക്കാം. ഓരോരുത്തരുടെയും ഐഡിയക്ക് അനുസരിച്ച് ഈ ഡെക്കറേറ്റിംഗ്സ് റെഡിയാക്കി എടുക്കാവുന്നതാണ്. ഞാനിവിടെ 100 ഗ്രാം വൈറ്റ് ചോക്ലേറ്റ് ആണ് എടുത്തിട്ടുള്ളത്. ഈ വൈറ്റ് ചോക്ലേറ്റിനെ നമുക്ക് മെൽറ്റ് ചെയ്തെടുക്കാം. ഡബിൾ ബോയിൽ ചെയ്യുകയോ മൈക്രോവേവ് ഓവൻ ഉപയോഗിച്ച് നമുക്ക് ഇതിനെ മെൽറ്റ് ചെയ്യാവുന്നതാണ്. ഓവനാണ് ഉപയോഗിക്കുന്നതെങ്കിൽ 10 സെക്കൻഡ് വെച്ചാൽ മതി. മെൽറ്റ് ആയില്ലെങ്കിൽ വീണ്ടും 10 സെക്കൻഡ് വെക്കാം. ഇങ്ങനെ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചോക്ലേറ്റ് ആണിത്. ഇനി നമുക്ക് ഡെക്കറേറ്റിംഗ്സ് തയ്യാറാക്കിയെടുക്കാം. ഇവിടെ ഞാനൊരു ബോട്ടിലാണ് എടുത്തിട്ടുള്ളത്. നല്ല ഡിസൈനുള്ള ബോട്ടിലാണിത്. ഇതിനെ നമുക്ക് മുറിച്ചെടുക്കാം. ഇതിന്റെ മുകളിലായി മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചോക്ലേറ്റ് ഒഴിച്ചു വെക്കാം. ഹോം മെയ്ഡ് കേക്ക് എല്ലാം ഡെക്കറേറ്റ് ചെയ്യുന്നതിന് വേണ്ടി മോൾഡ് വാങ്ങിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ നല്ല ഭംഗിയുള്ള ബോട്ടിലെല്ലാം കിട്ടുകയാണെങ്കിൽ അത് മുറിച്ചെടുത്ത് നമുക്ക് അതിന്റെ ഷേപ്പിൽ നല്ല ഡെക്കറേറ്റിംഗ്സ് റെഡിയാക്കി എടുക്കാം. ഇതിനെ നമുക്ക് ഫ്രീസറിലോട്ട് മാറ്റാം. കുറഞ്ഞത് അരമണിക്കൂറെങ്കിലും ഫ്രീസറിൽ വെക്കണം. അടുത്തതായി ഞാനൊരു റോളറാണ് എടുത്തിട്ടുള്ളത്. ഇതിനെ അലുമിനിയം ഫോയിൽ കൊണ്ടൊന്ന് കവർ ചെയ്യാം. ഇനി നമ്മൾ നേരത്തെ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചോക്ലേറ്റിനെ പ്ലാസ്റ്റിക് ബാഗിൽ എടുക്കാം. ഇനി ഫോയിലിന്റെ മുകളിൽ ഇതുപോലെ സ്പ്രെഡ് ചെയ്യാം. ഇതിനെ നമുക്ക് ഫ്രീസറിലോട്ട് മാറ്റാം. നമുക്ക് അലുമിനിയം ഫോയിൽ എടുക്കാം. ഓരോരുത്തരുടെയും ഐഡിയക്ക് അനുസരിച്ച് ഡെക്കറേറ്റിംഗ്സ് റെഡിയാക്കി എടുക്കാം. ഇഷ്ടമുള്ള ഷേപ്പ് എല്ലാം ഉണ്ടാക്കാം. ഇതിനെ സ്റ്റിക്ക് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് ഒരു ടൈല് കൂടെ കൊടുക്കാം. ഇതുപോലെ ലീവ്സ് ഉണ്ടാക്കാം. ഇനി ചോക്ലേറ്റ് ലൈസ് ആണ് ഉണ്ടാക്കേണ്ടതെങ്കിൽ ഇതുപോലെ ചെയ്താൽ മതി. എത്ര നീളം വേണോ അതിനനുസരിച്ച് ഉണ്ടാക്കാം. നമുക്ക് കുറച്ച് ചോക്ലേറ്റ് എടുക്കാം. ഇനി ഇതിനെ സ്പ്രെഡ് ചെയ്ത് വെക്കാം. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇതിനെ മുറിച്ചെടുക്കാവുന്നതാണ്. ഇനി ഇതിനെല്ലാം നമുക്ക് ഫ്രീസറിലോട്ട് മാറ്റി അരമണിക്കൂർ സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. പെട്ടെന്ന് തന്നെ ഇത് സെറ്റ് ആവും. എങ്കിലും അരമണിക്കൂർ വെക്കുകയാണെങ്കിൽ നല്ല ഹാർഡായി വരും. നമ്മുടെ വൈറ്റ് ചോക്ലേറ്റ് ഡെക്കറേറ്റിംഗ്സ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് ഫോയിലിൽ നിന്നും മാറ്റാം. ഇതിനെ നമുക്ക് ചെറിയ പീസുകളാക്കി മുറിച്ചെടുക്കാം. ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്കിതിനെ മുറിക്കാം. സിസേഴ്സ് ഉപയോഗിച്ച് നമുക്കിതിനെ ഷേപ്പ് ചെയ്തെടുക്കാം. ഇതിനെ നമുക്ക് കേക്ക് ഡെക്കറേറ്റിംഗിന് വേണ്ടിയെല്ലാം ഉപയോഗിക്കാം. ഇനി നമ്മുടെ ചോക്ലേറ്റ് ലൈസ് എടുക്കാം. ഇത് നമ്മൾ മോൾഡിൽ ഷേപ്പ് ചെയ്തെടുത്തതാണ്. നല്ല ഷേപ്പായി വന്നിട്ടുണ്ട്. ഇതിനെ നമുക്ക് കേക്ക് ഡെക്കറേറ്റിംഗിന് വേണ്ടി ഉപയോഗിക്കാം. നമ്മുടെ ഹോം മെയ്ഡ് വൈറ്റ് ചോക്ലേറ്റ് ഡെക്കറേറ്റിംഗ്സ് റെഡി ആയിട്ടുണ്ട്. ഇതിനെ നമുക്ക് കേക്ക് ഡെക്കറേറ്റിംഗിനും അതുപോലെ തന്നെ ഡെസേർട്സ് എല്ലാം ഗാർണിഷ് ചെയ്യുന്നതിനും വേണ്ടി ഉപയോഗിക്കാം. താങ്ക് യു.